നമ്മുടെ തൊഴിലിടങ്ങളിൽ ഏറെക്കുറെ പൂർണ്ണമായും ഇപ്പോൾ അതിഥിദേശ തൊഴിലാളികളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊട്ട് ഭക്ഷണ നിർമ്മാണ വിതരണ കേന്ദ്രങ്ങളിൽ വരെ അതിഥി തൊഴിലാളികൾ നിറഞ്ഞു നിൽക്കുന്നു. അതിഥികളെ ദേവതുല്യം കാണുക എന്ന പാരമ്പര്യത്തോട് ചേർന്നു നിൽക്കുകയാണ് അവരുടെ ആരോഗ്യ സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തും ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രവും. ശുചിത്വപൂർണമായ താമസ സൗകര്യം എന്നത് പലപ്പോഴും ഇവർക്ക് നിഷേധിക്കപ്പെടാറുണ്ട്. രോഗവ്യാപനത്തിന്റെ വലിയ ഇടങ്ങളായി ഇവരുടെ താമസ സ്ഥലങ്ങൾ മാറാറുണ്ട് പലപ്പോഴും. പിലിക്കോട് പഞ്ചായത്തിലെ വെള്ളച്ചാലിലുള്ള ഈ സ്ഥാപനത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഇവിടെയാണ് അതിഥി തൊഴിലാളികൾക്ക് അനുയോജ്യമായ താമസ സൗകര്യമൊരുക്കാൻ ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ സജീവമായ ഇടപെടൽ നടത്തിയത്. സ്വപ്നസമാനമായ ഒരു അനുഭവമായി തങ്ങളുടെ വാസസ്ഥലം മാറിയെന്നത് അവിശ്വസനീയമായി തന്നെയാണ് തൊഴിലാളികളും വിലയിരുത്തുന്നത്. 2007 ആരംഭിച്ച് ഏകദേശം 17 വർഷത്തോളമായി ഫീൽഡിൽ ഇപ്പോൾ വരുന്നത് ഈ കമ്പനി. നമ്മൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിച്ചിട്ട് ഏകദേശം 7 വർഷമായി. അപ്പോൾ ഇതിൽ വരുന്ന 65ഓളം സ്റ്റാഫുകളുണ്ട്. അതിൽ മലയാളികളുണ്ട്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, 5-6 സംസ്ഥാനത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പരിസര പ്രദേശം ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലായിരുന്നു താമസിപ്പിച്ചിട്ടുണ്ടായത്. വീടുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും 4-5 അല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബത്തിൽ താമസിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് കൂടുതൽ ആളുകൾ താമസിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ സാഹചര്യം കുറച്ച് ബെറ്റർ ആക്കണം, കൂടുതൽ നല്ല താമസ സൗകര്യം കൊടുക്കണം എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളോട് സംസാരിച്ചത്. അവർ നിരന്തര ആവശ്യപ്രകാരം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ലേബർ ക്യാമ്പുകൾ അങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാലും കൂടുതൽ ശോചനീയമായ അവസ്ഥ. നമ്മളിവിടെ കൊടുക്കുന്നതിനേക്കാളും മോശം ഫെസിലിറ്റി പലരും നിൽക്കുന്നതെന്ന് കണ്ടുതരാം. നമ്മളെ സ്റ്റാഫിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അക്കോമഡേഷൻ, ഒരുപക്ഷെ നമ്മൾ താമസിക്കുന്ന പോലെ തന്നെയുള്ള ഒരു അക്കോമഡേഷൻ കൊടുക്കാൻ നമ്മളെ മാനേജ്മെന്റ് തീരുമാനിക്കുകയും അതുപ്രകാരം നമ്മൾ സ്വന്തമായി സ്ഥലം വാങ്ങി, പരിസരത്തിന് സ്ഥലം വാങ്ങി അവിടെ ഒരു ഓൺ ബിൽഡിംഗ് നമ്മളെ പ്ലാൻ, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശപ്രകാരം റൂമിൽ എത്ര ആളുകൾ താമസിക്കണം, അവർക്ക് മെസ്സ് സൗകര്യങ്ങൾ, അവർക്ക് ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ കൊടുക്കണം, കൊതുകുവല, അതുപോലെ ആരോഗ്യ സംരക്ഷണം കൂടി പരിഗണിച്ചിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിൻ്റെ ഫ്ലോറിംഗ് ആയാലും പെയിന്റിംഗ് ആയാലും എല്ലാം ഒന്നും കൂടി. അതുകൊണ്ട് തന്നെ നമ്മളെ വർക്കിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇവിടുത്തെ അന്തരീക്ഷമെല്ലാം മൊത്തത്തിൽ അവരെ സന്തോഷം എല്ലാം കൊണ്ടും ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിരുന്നു സ്ഥാപനത്തിന്. അപ്പോൾ ഇനിയും നമ്മളിവിടെ ഇവരെ പോലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻസ്ട്രക്ഷൻ പാലിച്ച് തന്നെ മുമ്പോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് നന്ദി പറയുന്നു, അതേപോലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും. ഫുഡ്മാക്സിലെ ഭക്ഷണമാക്കുന്ന 2 അംഗങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. ദിവസവും 3 നേരം എല്ലാ ഫുഡ്മാക്സ് അംഗങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോ മാസവും ഹെൽത്തിന്റെ ആൾക്കാർ വന്ന് ശുചീകരണം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായി ഇവിടെ ശുചിയാക്കുന്നുണ്ട്. इधर तो थोड़ा प्रॉब्लम है, मतलब आप लोग बहुत दूर से इधर आता है, मतलब बंगाल से आने वाला है, बिहार है, सब लोग हैं, लेकिन हमारा को कुछ बुखार है तो आप लोग क्या सीधा गाँव जाएगा. അവരുടെ ഭാഷയിൽ അവർക്കിടയിൽ നിന്നുകൊണ്ട് ആരോഗ്യ ശുചിത്വ സന്ദേശങ്ങൾ നൽകുകയും കൃത്യമായ ഇടവേളകളിൽ തൊഴിലിടങ്ങളിലെ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ 250ഓളം അതിഥി തൊഴിലാളികൾ വിവിധ സ്ഥലങ്ങളിലായി താമസിക്കുന്നുണ്ട്. ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. അവർക്ക് വേണ്ട ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾ, അതുപോലെ പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള പ്രവർത്തനങ്ങൾ, മലേറിയ, ഫൈലേറിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രക്തപരിശോധന, TB പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കഫ പരിശോധന, അതുപോലെ തന്നെ ത്വക്ക് പരിശോധന തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട്. കൂടാതെ ഇവരുടെ താമസ സ്ഥലത്ത് വേണ്ട ശുചിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ഇടപെടലുകളും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇത് കൂടാതെ പഞ്ചായത്തുമായി ആലോചിച്ച് ഓരോ അതിഥി തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നൽകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യപൂർണമായ ജീവിത സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെ അവരുടെ സന്തോഷത്തിന് വെളിച്ചം പകരുക തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ കോലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം. हम लोग बिहार से हैं और हम लोग केरल में आए हैं और इधर बहुत अच्छा है, केरला बहुत अच्छा है. इधर का हेल्थ डिपार्टमेंट बहुत अच्छा है जो हम लोग को मंथली आकर चेकअप करता है. तुम पास आए यूं मुस्कुराए, तुमने न जाने क्या सपने दिखाए. अब तो मेरा दिल जागे न सोता है, क्या करूँ हाय कुछ कुछ होता है.